തോമാച്ചനും ചിരിയും. രചന ജിതിൻ ജോസ്. മാർച്ച് മാസം എന്നും പണിയാ. പണ്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പരീക്ഷ, ഇപ്പോൾ സാലറി അപ്രൈസൽ. ഈ വർഷവും ഹൈക്കൊന്നും കിട്ടിയില്ലെങ്കിൽ പണി പാളും. ചിട്ടി, ലോൺ, വാടക, പലിശ എല്ലാ ശമ്പളക്കാരെയും പോലെ മാസം പകുതിയാകുമ്പോൾ തോമാച്ചൻ്റെയും അക്കൗണ്ട് കാലിയാകും. കെട്ടിയോൾ കുറച്ച് സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ പറഞ്ഞു തുടങ്ങിയിട്ട് നാള് കുറേയായി. ശമ്പളത്തിൽ മാറ്റമില്ലാതെ ഒന്നും നടക്കില്ല. ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ മാനേജർ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ഹായ് തോമസ്, യുവർ പെർഫോമൻസ് വാസ് എക്സലന്റ് എന്നും പറഞ്ഞ് പല്ലും കാണിച്ചു വിളിച്ചുകൊണ്ട് ഒരു കവർ കയ്യിൽ തന്നു. തുറന്നു നോക്കിയപ്പോൾ പെർഫോമൻസ് എല്ലാം എക്സലന്റ്, പക്ഷെ ശമ്പളത്തിൽ ഒരു മാറ്റവുമില്ല. തോമാച്ചൻ നേരെ സീറ്റിൽ പോയി ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു. തോമാച്ചന് വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല. നേരെ ബീച്ചിലേക്ക് പോയി. അവിടെ കണ്ട ഒഴിഞ്ഞ ബെഞ്ചിലിരുന്ന് ആലോചിച്ചു. പണമുണ്ടാക്കണം. തോമാച്ചൻ കിടന്നാലോചിച്ചു. പണമുണ്ടാക്കണം. തോമാച്ചൻ നടന്നാലോചിച്ചു. പണമുണ്ടാക്കണം. കപ്പലണ്ടി വേണോ സാർ? തോമാച്ചൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ചെറിയ പയ്യൻ. പോട ചക്ക. ഭാവിയെക്കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോഴാ അവൻ്റെ കപ്പലണ്ടി. സാർ, പൈസ വേണ്ട. പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ കപ്പലണ്ടി കൊണ്ട് നടക്കുന്നത്? അവൻ പോക്കറ്റിൽ നിന്നൊരു പ്ലാസ്റ്റിക് കവർ എടുത്ത് കാണിച്ചു. അതിൽ കുറച്ച് 10ന്റെ നോട്ടും ചില്ലറയും. എനിക്ക് ആവശ്യത്തിനുള്ള പൈസ കിട്ടിയല്ലോ, ഇത് ബാക്കി വന്ന കപ്പലണ്ടിയാ. എടാ മണ്ട, കൂടുതൽ വിറ്റാൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പാടില്ലേ? നീ എന്തിനാ ഇത് ചുമ്മാ കൊടുക്കുന്നത്? എന്തിനാ കൂടുതൽ പൈസ? എനിക്കും അമ്മയ്ക്കും ചോറിനാൻ ഇത് മതിയല്ലോ. ഡാ, കൂടുതൽ പൈസ ഉണ്ടാക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. വലിയ വീട് വയ്ക്കാം, വണ്ടി വാങ്ങാം, നിനക്ക് ആവശ്യമുള്ളതെല്ലാം പൈസ കൊടുത്താൽ കിട്ടും. അത് കേട്ടപ്പോൾ അവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അവൻ തോമാച്ചനെ നോക്കി ചിരിച്ചോണ്ടോടി. അവൻ എന്തിനാ ചിരിക്കുന്നത്? അവൻ തന്നെ കളിയാക്കുന്നതാണോ? അങ്ങനെ വിട്ടാൽ പറ്റില്ല. തോമാച്ചൻ പിറകെ ഓടി. അവൻ നട്ടുച്ചയ്ക്ക് മണൽപ്പുറത്തോടെ ഓടി. തോമാച്ചൻ കിതച്ചോണ്ട് പിറകെ ഓടി. അവൻ പാറക്കെട്ടിലൂടെ ചാടി ഓടി. തോമാച്ചൻ കിതച്ച് നിരങ്ങി നിരങ്ങി ഓടി. കുറേ ദൂരം ഓടിക്കഴിഞ്ഞ് തോമാച്ചൻ തളർന്നു വീണു. ചുറ്റും നോക്കി. ഒരു വശത്ത് കടൽ, മറുവശത്ത് പാറ, നടുക്ക് മണൽ. തോമാച്ചന് അല്പം വെള്ളം വേണം കുടിക്കാൻ. അയ്യോ, വെള്ളം ബാഗിലാ. കെട്ടിയോൾ തിളപ്പിച്ചാറ്റി കുപ്പിയിൽ മുറുക്കി അടച്ചു തന്ന വെള്ളം ഓട്ടത്തിനിടയ്ക്ക് എടുക്കാൻ മറന്നു. വെള്ളം കിട്ടിയില്ലെങ്കിൽ തോമാച്ചൻ ചാകും. ചുറ്റും നോക്കി ഒരു തുള്ളി കുടിവെള്ളം കിട്ടാനില്ല. ചുട്ടുപൊള്ളുന്ന മണലിൽ തോമാച്ചൻ തളർന്നു കിടന്നു. കണ്ണെത്താ ദൂരത്തിൽ കടലും പാറയും മണലും മാത്രം. തോമാച്ചൻ കീശയിൽ തപ്പി നോക്കി. കുറേ 100 നോട്ടുകൾ. ആ നോട്ടുകളും കയ്യിൽ പിടിച്ച് തോമാച്ചൻ അലറി വിളിച്ചു, വെള്ളം, വെള്ളം.